ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ 3 ഫേസ് കണക്ഷൻ നമ്മൾ വീടുകളിൽ എടുക്കുന്ന സമയത്ത് അത് സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താലും 3 ഫേസ് കണക്ഷൻ എടുത്താലും നമ്മൾ 3 ഫേസിൻ്റെ DB ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ 3 ഫേസ് കണക്ഷൻ വെച്ചിരിക്കുന്ന ഫ്യൂസ് ഏരിയർ, അതായത് ഫ്യൂസ് യൂണിറ്റ് നമ്മൾ എത്ര ആംപിയറാണ് വേണ്ടത്, എത്ര വോൾട്ടേജ് ആണ് വേണ്ടത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. 3 ഫേസിന് നമ്മൾ കൊടുക്കുന്നത് 3 ഫ്യൂസ് യൂണിറ്റാണ് വരുന്നത്. 3 ഫ്യൂസ് യൂണിറ്റിനും ഓരോ ഫേസിനും ഓരോ യൂണിറ്റ് വെച്ചിട്ട് 32 ആംസിൻ്റെ 415 വോൾട്ടിൻ്റെ ഫ്യൂസ് യൂണിറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 3 ഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 YB. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 32 ആംസ് 415 വോൾട്ട് വരുന്നത് 192 രൂപയാണ് MRP കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഫ്യൂസ് യൂണിറ്റുകളെല്ലാം തന്നെ 6 എന്ന് പറയുന്നത് റെഡ് ഫേസ്, Y എന്ന് പറയുന്നത് യെല്ലോ ഫേസ്, B എന്ന് പറയുന്നത് ബ്ലൂ ഫേസ്, പിന്നെ വരുന്നത് ന്യൂട്രൽ ലിങ്കാണ് വരുന്നത്. അങ്ങനെ നമ്മളിത് കൊടുക്കുന്നത്, നമ്മൾ ഈ ഫ്യൂസ് യൂണിറ്റ് എല്ലാം കൊടുക്കുന്നത് മീറ്റർ ബോക്സിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങൾ ഉറപ്പിക്കുന്നത്, അതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതൊക്കെ എവിടെയാണ്, ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ പാക്കിങ്ങോട് കൂടിയിട്ടാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡാമേജായി പോവാതിരിക്കാനും കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തുന്ന സമയത്ത് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ കംപ്ലയിൻറ്റ്സ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ അതിൻ്റെ പാക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ എൻ്റെ ബാക്ക് സൈഡ് കണ്ടോ, അത് നമുക്ക് പോർസ്ലൈൻ ആണ് വന്നിരിക്കുന്നത്. അതായത് ഫുൾ ഇൻസുലേറ്റഡ് ആണ്. ഫ്യൂസിൻ്റെ കാരിയർ ഫുള്ള് ഇൻസുലേറ്റഡ് മെറ്റീരിയലാണ്, സെറാമിക്കിൻ്റെ പോർട്സ്ലൈൻ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇത്ര ഹൈ വോൾട്ടേജ് വന്നാലും ഹൈ ഹീറ്റ് വന്നാലും അത്രയും റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോർട്സ്ലൈൻ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഫ്യൂസിൻ്റെ മുകൾ ഭാഗം നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ബാസ്പോർഡിൻ്റെ ഒരു പീസ് കണ്ടോ, ആ പീസ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് കമ്പനി കൊടുത്തിരിക്കുന്നത് ഷെയ്ക്കായി കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരാതിരിക്കുന്നതിന്, പൊട്ടിപ്പോകാൻ ട്രാൻസ്പോർട്ടേഷൻ വരുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി വരുന്ന നിങ്ങൾ കാണുന്ന പോലെ തന്നെ ബ്രാസിൻ്റെ മെറ്റീരിയൽസാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് തുരുമ്പ് പിടിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. ഭാവിയിൽ നമുക്ക് അതിൻ്റെ മീറ്ററുകൾ പുറത്തും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്, ഈർപ്പം കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് തുരുമ്പ് പിടിക്കാത്തുള്ള ബ്രാസിൻ്റെ മെറ്റീരിയൽസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന പോലെ 2 ഹോളുകളുണ്ട്. ഈ ഹോളിലാണ് നമ്മൾ ഓരോ ഫ്യൂസ് യൂണിറ്റും നമ്മുടെ മീറ്റർ ബോക്സിൽ ഉറപ്പിക്കുന്നത്. നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ഉറപ്പിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫ്യൂസ് കിട്ടുന്ന ഭാഗം വരുന്നത്. നമുക്ക് ഈ കാണുന്ന 2 സ്ക്രൂ കാണാൻ സാധിക്കും, നെറ്റ് കാണാൻ സാധിക്കും. അതിലൂടെ ഇങ്ങേ നെറ്റിൽ നിന്നും അങ്ങേയറ്റത്തേക്കാണ് ഫ്യൂസിൻ്റെ വയറുകൾ നമ്മൾ കൊടുക്കുന്നത്. ഫ്യൂസിൻ്റെ വയർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൊടുക്കാറ് ചെമ്പുകമ്പിയാണ് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ വയറിൽ നിന്നും ഒരു 3, 4, 7 എടുത്തിട്ടാണ് നമ്മൾ നോർമൽ കൊടുക്കുന്നത്. അതല്ലാതെ ഫ്യൂസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വയറുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അവൈലബിളായിട്ട് കിട്ടും. ഇത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇത്ര ലോഡ് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഉരുക്കി പോകുന്ന അവസ്ഥയിലുള്ള ഫ്യൂസ് യൂണിറ്റുകൾ, അതിൻ്റെ വയറുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഫ്യൂസ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ 3 ഫേസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് 32 ആംസ് 415 വോൾട്ടേജാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് കാര്യങ്ങളും നോക്കുക. 415 വോൾട്ടിൻ്റെ തന്നെ വേണം നമ്മൾ വെക്കാനായിട്ട്. കാരണം 3 ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് 415 വോൾട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ 3 ഫ്യൂസ് യൂണിറ്റ് നമ്മൾ കൊടുക്കും. 6 YB എന്ന് പറയുന്ന 3 ഫ്യൂസ് യൂണിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഏതാണ് ഫ്യൂസ് യൂണിറ്റ്, എത്ര ആംപിയർ ആണ്, എത്ര വോൾട്ടേജ് ആണ്, ഇതെങ്ങനെയാണ് സ്ക്രൂ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.